അമേരിക്കയും ജപ്പാനും അമേരിക്കയും ഇന്തോനേഷ്യയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ ഏകദേശം ഫൈനലൈസ് ആയതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പ്രകടമാണ്. ഏഷ്യൻ ഇൻഡെക്സുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ജപ്പാൻ്റെ ഇൻഡെക്സ് 1% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനുമായി അമേരിക്ക 15% താരിഫ് എന്ന ഡീലിലെത്തിയതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു. കൂടാതെ US ട്രഷറി ഈൽഡ് 4.39% എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. നിഫ്റ്റി 0.63% ഉയർന്ന് 25,200 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും മാർക്കറ്റ് വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് എത്തുകയും ചെയ്തു. 25,350 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,350 മുകളിൽ 25,400, 25,475 തുടങ്ങിയവയാണ് പ്രധാന മറ്റ് റെസിസ്റ്റൻസ് ലെവലുകൾ. അതേസമയം 25,060 ആയിരിക്കും മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. 50-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചായ 25,100, 25,060 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി വരും ദിവസങ്ങളിലും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇന്ന് ബജാജ് ഫിനാൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ACC, എംഫസിസ്, നെസ്ലെ ഇന്ത്യ, അദാനി എനർജി സൊല്യൂഷൻസ്, വി-മാർട്ട് റീറ്റെയിൽ, ഏഥർ ഇൻഡസ്ട്രീസ്, അജ്മര റിയാലിറ്റി ആൻഡ് ഇൻഫ്ര, ആനന്ദ് രാജ്, APL അപ്പോളോ ട്യൂബ്, കാനറ ബാങ്ക്, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, കോറമണ്ഡൽ ഇന്റർനാഷണൽ, C&E ക്ലാർക്ക് സർവീസ്, ആദിത്യ ബിർള സൺ ലൈഫ് AMC, KFin ടെക്നോളജി, LT ഫുഡ്സ്, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. ഈ സ്റ്റോക്കുകളിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിൽ മാർക്കറ്റ് റിയാക്ഷൻ എന്ന് പ്രതീക്ഷിക്കാം. IT സെക്ടറിലെ ഇൻഫോസിസ്, പെർസിസ്റ്റന്റ്, കോഫോർജ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 3.3% ക്വാർട്ടർ ടു ക്വാർട്ടർ വർദ്ധിച്ച് 40,925 കോടിയിൽ നിന്നും 42,279 കോടിയിലേക്കെത്തി. 41,724 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അതേസമയം EBITDA 3.3% വർദ്ധിച്ചെങ്കിലും മാർക്കറ്റ് 8,714 കോടി രൂപയുടെ EBITDA പ്രതീക്ഷിച്ചെടുത്ത് 6,921 കോടി രൂപയുടെ EBITDAയാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. EBITDA മാർജിൻ 20 ബേസിസ് പോയിന്റ് കോൺട്രാക്റ്റായി 21% നിന്നും 20.8% എത്തിയത് മൂലം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2% ഇടിയുകയും ചെയ്തു. ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് 7,033 കോടിയിൽ നിന്നും 6,921 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. അതേസമയം മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും ഉയർന്ന രീതിയിലുള്ള പ്രോഫിറ്റ് കമ്പനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ 2.6 ബില്യണിൽ നിന്നും 3.8 ബില്യൺ ഡോളറായി ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ADRലും ഇൻഫോസിസ് ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 21% വർദ്ധിച്ച് 1,885 കോടിയിൽ നിന്നും 2,297 കോടിയിലേക്കെത്തി. EBITDA 33% വർദ്ധിച്ച് 249 കോടിയിൽ നിന്നും 332 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 13% നിന്നും 14.5% എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 52% വർദ്ധിച്ച് 116 കോടിയിൽ നിന്നും 176 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. BKG ഫുഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 14% വർദ്ധിച്ച് 572 കോടിയിൽ നിന്നും 683 കോടിയിലേക്കെത്തി. EBITDA 5% വർദ്ധിച്ച് 91 കോടിയിൽ നിന്നും 96 കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഡിക്ലൈൻ ആവുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2.8% വർദ്ധിച്ച് 58 കോടിയിൽ നിന്നും 59 കോടിയിലേക്കെത്തി. FMCG സെക്ടറിലെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ റവന്യൂവിൽ 9% വർധനവും പ്രോഫിറ്റിൽ 15% വർധനവുമാണ് ഉണ്ടായത്. 385 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 334 കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 290 നിന്നും 334 കോടിയായി ഉയർന്നിട്ടുണ്ട്. മാർജിൻ 15.3% നിന്നും 12.7% ഇടിയുകയും EBITDA 9% ഇടിഞ്ഞ് 667 കോടിയിൽ നിന്നും 607 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് പുറത്തുവിട്ടിരിക്കുന്നത്. റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 1.8% വർദ്ധിച്ചു. കമ്പനിയുടെ ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തിട്ടുണ്ട്. 1,514 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 1,418 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. മാർജിൻ 27 നിന്നും 25% ഇടിഞ്ഞപ്പോൾ EBITDA 2% ഉയർന്നത്.
റവന്യൂ 8693 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 8572 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവിട്ടത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ടോട്ടൽ ഇൻകം 18.6% വർദ്ധിച്ച് 2208 കോടിയിൽ നിന്നും 2618 കോടിയിലേക്കെത്തി. 1018 കോടി രൂപയുടെ ഇൻകമാണ് ഉണ്ട്. കോഫോർജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 8.2% വർദ്ധിച്ച് 3409 കോടിയിൽ നിന്നും 3688 കോടിയിലേക്കെത്തി. 3723 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റയിൽ 4% വർധനവുണ്ടായിട്ടുണ്ട്. മാർജിൻ 11.8 നിന്നും 11.3 ഇടിഞ്ഞു. 335 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 317 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 22% വർദ്ധിച്ചെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി മിസ് ചെയ്തിട്ടുണ്ട്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7% വർദ്ധിച്ച് 396 കോടിയിൽ നിന്നും 425 കോടിയിലേക്കെത്തി. റവന്യൂ 2.8% വർദ്ധിച്ച് 3242 കോടിയിൽ നിന്നും 3334 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 2.5% ഉയരുകയും ചെയ്തു. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പ്രോഫിറ്റ് 0.3% ഇടിഞ്ഞപ്പോൾ ടോട്ടൽ ഇൻകം 7% വർദ്ധിച്ചു. സുപ്രീം പെട്രോകെമ്മിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 33% ഇടിയുകയും റവന്യൂ 11% ഇടിയുകയും എബിറ്റ 28% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. നാറ്റ്കോ ഫാർമ അഡ്കോക്ക് ഇൻഗ്രാം എന്ന കമ്പനിയുടെ 35.7% സ്റ്റേക്കുകൾ 2000 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാർമ സെക്ടറിലെ നാറ്റ്കോ ഫാർമ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ റൈറ്റ്സ് എന്ന കമ്പനി കോൾ ഇന്ത്യയുടെ കോൾ മൈനിങ് ആൻഡ് റിന്യൂവബിൾ എനർജി ഓപ്പറേഷനിലേക്ക് പാർട്ട്ണർഷിപ്പ് വഴി എഗ്രിമെൻറ്റിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 294 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ BEML എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ടെല്ല പ്ലാറ്റ്ഫോം എന്ന കമ്പനി ഓവർസീസ് ടെലികോം ഓപ്പറേഷന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ആൾ കാർഗോ ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 3% ഇയർ ഓൺ ഇയറിലും 9% ഇയർ ഓൺ ഇയറിലും 3% കഴിഞ്ഞ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഇടിഞ്ഞിട്ടുണ്ട്. ക്രോംപ്ടൺ ഗ്രോവ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി ചില ലൈറ്റിംഗ് പ്രൊഡക്റ്റുകൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്